കുട്ടികളെ എങ്ങനെയാണ് ശാസ്ത്രീയമായി പഠിപ്പിക്കേണ്ടത് എന്ന് ഭൂരിപക്ഷം മാതാപിതാക്കൾക്കും അറിവില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാരും കാര്യമായി ചിന്തിക്കുന്നില്ല എന്നതാണ് ഈ വാസ്തവം. കുട്ടികളുടെ വളർച്ചയുടെ അടിസ്ഥാനം തന്നെ ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കലാണ്. ഒരു വിദ്യാർത്ഥി എന്ത് കാര്യങ്ങൾ പഠിച്ചാലും അതെന്തുകൊണ്ട് ഇങ്ങനെ, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആദ്യമേ പ്രോത്സാഹിപ്പിക്കണം. ആസ്വദിച്ചുള്ള പഠനം, ഈ പഠനം വളരെ ബുദ്ധിമുട്ടായ ജോലിയാണ് എന്ന് അവർക്ക് തോന്നുന്നു. ആ ധാരണ തികച്ചും തെറ്റാണ്. കുട്ടികളെ അതിന് വേറെ രീതിയിൽ പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഇങ്ങനെ വേണം: കഥകൾ, ഉദാഹരണങ്ങൾ, മഹാത്മാക്കളുടെ ജീവിതാനുഭവങ്ങൾ എന്നിവ ഉപയോഗിച്ച് പഠിപ്പിക്കണം. പഠിപ്പിക്കാനുള്ളത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഠിക്കാനുള്ളത് പ്രകൃതിയെ നോക്കി പഠിക്കണം. കലാ കായിക പരിപാടികൾ എന്നിവയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും കുട്ടികളുടെ സംഗീതം, ശാസ്ത്രം, കായികം എന്നിവയുടെ താല്പര്യങ്ങൾ കണ്ടെത്തി അത് കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു കുട്ടി പഠനത്തെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ അവൻ സ്വയം വളരും. അനുസരണം, ശിക്ഷയിലൂടെയല്ല വളരുന്നത്, മാതൃക കാണിച്ചു കൊടുക്കുന്നതിലൂടെയാണ്. മാതാപിതാക്കളും അധ്യാപകരുമാണ് സമയനിഷ്ഠ എന്ന കാര്യം ആദ്യം നടപ്പിലാക്കേണ്ടത്. അത് കണ്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. തെറ്റ് ചെയ്താൽ ശിക്ഷയ്ക്ക് പകരം നിർദ്ദേശവും തിരുത്തലുമാണ് നൽകേണ്ടത്. ഇത് കുട്ടികളിൽ ആത്മബോധവും ഉത്തരവാദിത്വവും വളർത്തും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മാത്രം മികച്ചതായാൽ പോരാ, പരസ്പര ബഹുമാനം, സഹാനുഭൂതി, സത്യനിഷ്ഠ എന്നിവ ആദ്യം പഠിപ്പിക്കണം. പിന്നെ നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള എല്ലാ അവബോധവും അതിൻ്റെ കൂടെ സാമൂഹിക സേവന രംഗങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്താൽ കുട്ടികൾ നാടിന് വളരെ ഉപകാരപ്പെടുന്നവരായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയം നേടാൻ സഹായിക്കുന്ന ഒന്നാണ് അവരുടെ മാനസികാരോഗ്യം. പരാജയം ഒരു പാഠമാണ് എന്ന് പഠിപ്പിക്കുക. നിനക്ക് അത് ചെയ്യാൻ പറ്റും എന്ന വാക്ക്, അതിനുപോലും വിദ്യാർത്ഥിയുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്.